ഓ മൈ ഗോഡിന്റെ ഇന്നത്തെ കഥ ഭർത്താവിന്റെ മൊബൈൽ ഫോണിൽ കണ്ട ചാറ്റിന്റെ അടിസ്ഥാനത്തിൽ ചാറ്റ് ചെയ്ത സ്ത്രീയെ ഭാര്യ വിളിക്കുന്നു. ഈ വിഷയത്തിന്റെ പേരിൽ നേരിട്ട് കാണണമെന്ന് ഭാര്യ ആ സ്ത്രീയോട് പറയുന്നു. അങ്ങനെ ഒരു കൂട്ടുകാരിയെ കൂട്ടിന് വിളിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ സംസാരിക്കാനായി കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് വരികയാണ്. കൂടെ വരുന്ന കൂട്ടുകാരിക്കാണ് ഞങ്ങൾ പണി കൊടുക്കുന്നത്. നിമിഷങ്ങൾക്കുള്ളിൽ ഭാര്യ കച്ചമുറുക്കി ഈ വീട്ടിലേക്കെത്തുമ്പോൾ എന്ത് സംഭവിക്കും? കാണാം ഇന്നത്തെ ഓ മൈ ഗോഡ് പ്രാങ്ക്. ഹലോ, ചേച്ചി എത്തിയോ? അതന്നെ മുന്നോട്ട് വാ. അബാ പ്രാവശ്യം വന്നിട്ടുണ്ടല്ലോ. മറന്നുപോയാ? ചേച്ചിയുടെ കാര്യം പറഞ്ഞു. എന്താണ് പറഞ്ഞു? ചേച്ചി, ഇത് നമ്മളെ കൊണ്ടേ സോൾവ് ചെയ്ത് പറ്റുള്ളൂ. വെറുതെ ആണുങ്ങളെയൊക്കെ പെടുത്തി എന്താണ് വലിയൊരു വഴക്കിലോട്ടൊക്കെ അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചേച്ചിയാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ് എപ്പോഴും. ചേച്ചി എങ്ങനെയെങ്കിലും ഇത് പാവത്തിനെ ഒന്ന് രക്ഷപ്പെടുത്തണം. ഒന്ന് പറഞ്ഞ അയാളെ ഒന്ന് മനസ്സിലാക്കി വിടണം പ്ലീസ്. ചേച്ചിയുടെ എല്ലാ കാര്യവും പറഞ്ഞായിരുന്നു? എല്ലാ കാര്യമൊന്നും പറഞ്ഞില്ല. രാവിലെ അയച്ച മെസ്സേജ് ഞാൻ ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്ത് കൊച്ചു ഫോൺ എടുക്കുന്നതല്ലേ. അതാണ് ഞാനും പറഞ്ഞുകൊണ്ട് വന്നത്. വിളിക്കുമോ ചോദിച്ചാൽ ഞാൻ പറഞ്ഞപ്പോ വിളിക്കണേക്കാട്ടിലും മെസ്സേജാണ് കൂടുതൽ. പക്ഷെ ഇയാൾക്ക് ഒരു നമ്പർ ഇല്ല എന്നാണ് എന്റെ അറിവ്. അയ്യോ, മെസ്സേജ് അയക്കല്ലേ, ഇനി വിളിക്കല്ലേ എന്ന് പറഞ്ഞാൽ അയാൾ കേൾക്കൂല. എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായതാണ്. അതുകൊണ്ട് എനിക്ക് അറിയാം. ഇയാളിൽ നിന്നുണ്ടായത് കൊണ്ട് എനിക്കറിയാം. കൂടെ വേറൊരു കക്ഷിയുടെ കൂടെ വന്ന അയാൾക്ക് നമ്പർ കൊടുത്തില്ലേ? അതങ്ങ് വാങ്ങിച്ചു. ഇതെന്തായാലും ഇവരെ ഭാര്യ എന്ന് വെച്ചാൽ അവര് വരുന്നുണ്ടോ? അയ്യോ, പാല് പോലെ നടക്കും ഇവൻ. ഇതിന് എപ്പോഴും സമയമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനത്തെ സ്ത്രീകളുണ്ടാവും, പക്ഷെ ഒന്നും അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യാത്ത നമ്മുടെ അടുത്ത് കിടന്ന് ഇങ്ങനെ കാണിക്കേണ്ട കാര്യമുണ്ടോ? വേറെ എന്തെങ്കിലും ഉദ്ദേശം വേറെ ആയിരിക്കും, അത് ഉറപ്പാണ്. ഉദ്ദേശം വേറെ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ഭർത്താവിന് ഭാര്യ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യോ? കച്ചട വർത്തമാനം എന്ന് വെച്ചാൽ വെറും കച്ചട വർത്തമാനം. ഇതിലാരാണ് ചന്ദ്രൻ? ഇതിലാരാണ്? ചന്ദ്രു ഇതാ. ഞാൻ വിചാരിച്ച അതായിരിക്കുമെന്ന്. ഈ മെസ്സേജ് ഇപ്പം വിളിയൊക്കെ എന്തോന്നാണ്? ചേച്ചി എന്തോല്ലോ അങ്ങോട്ട് മെസ്സേജ് ഇട്ടിട്ടില്ല. മെസ്സേജ് ഇട്ടിട്ടില്ലേ? വിട്ടിട്ടില്ല. അതിന് തെളിവ് കാണിക്കും നിങ്ങള്. ഭർത്താവാണ് ഇങ്ങോട്ട് മെസ്സേജ് ഇട്ടോണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ മെസ്സേജ് വന്നു, കഴിച്ചോ കുടിച്ചോ, അതൊക്കെ അയാൾ അറിയേണ്ട. അത് ഞാൻ കണ്ടു. അങ്ങേർക്ക് ഭാര്യയുണ്ട്, കൊച്ചുങ്ങളും ഉണ്ട്. അല്ലെങ്കിൽ അങ്ങേരോട് പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങേർക്ക് എന്തോ ഇതൊന്നും അറിയത്തില്ല. പ്രശ്നമല്ലോ ചേച്ചി പറഞ്ഞു. തനിക്ക് നല്ലൊരു ഭാര്യയില്ലേ? ഞങ്ങളെക്കാളും എന്തായാലും കാണാൻ കൊള്ളാവുന്ന ഒരു ഭാര്യയില്ലേ അത് പുറംമൂടി മാത്രം. പിന്നെ ആള് പിന്നെന്തിനാ കൊണ്ടു നടക്കുന്നത്? ചുമ്മാ കൊണ്ടു നടക്കാലോ. കേട്ടോ നിങ്ങളിപ്പോ പറയിപ്പിച്ചില്ലേ? അതൊക്കെ എന്തോ പറയിപ്പിച്ചില്ലേ? എന്തോ പറയിപ്പിച്ചെന്നാ? എന്റെ പേര് പറഞ്ഞിട്ട് എന്തോ എന്തൊക്കെ വേണം നിങ്ങൾക്ക്? എന്തിന്റെ കേട് മനുഷ്യ? നിങ്ങൾക്ക് എന്തിന്റെ കേട്? ഞരമ്പ്. ആദ്യം മെസ്സേജിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഒരു ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും അയച്ചാൽ ആരായാലും ആദ്യം അയച്ചു. കാരണം കേസിന്റെ മുഖാന്തരമാണ് വന്നത്. അതുകൊണ്ട് നമ്മൾ അയക്കൂലേ? അയച്ച് അതിനുശേഷം ഈ സുഖാണോ, ഉറങ്ങിയോ, ഉണ്ടോ, എന്താ ഇട്ടേക്കുന്നത്, അതൊക്കെ ചോദിക്കേണ്ട കാര്യം എന്തോന്നാണ് ഇയാള്? അപ്പൊ 6 മാസം ഇത് ഈ മെസ്സേജ് വരുന്നൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു നിങ്ങളെ ചേച്ചി? അതങ്ങനെ പറഞ്ഞില്ലേ നമ്മൾ? കഴിഞ്ഞ എത്ര പ്രാവശ്യം പറഞ്ഞു മനസ്സിലാക്കി ഇയാളെ? ഈ 6 മാസം എന്തുകൊണ്ട് വെയിറ്റ് ചെയ്തിരുന്നു? സ്റ്റാർട്ടിങ്ങിൽ എന്തുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്തില്ല? നിങ്ങൾ ആൻസർ തരണം എനിക്ക്. എന്ത് സ്റ്റോപ്പ് ചെയ്തില്ല? നിങ്ങൾ എന്താ സ്റ്റോപ്പ് ചെയ്യാത്ത? നിങ്ങളുടെ ഭർത്താവിന് എന്താ നിലയ്ക്ക്? ചിലപ്പോ അങ്ങനെയൊക്കെ ചാടി പോയെന്നിരിക്കും. അവരെന്തോ സംസാരിക്കട്ടെ. നമുക്ക് വാട്സപ്പ് ഉണ്ടോ? ഞാനതൊന്നും ഉപയോഗിക്കത്തില്ല. ഇവനെന്തുവാ എന്റെ ഫോൺ നമ്പർ ചോദിക്കേണ്ട കാര്യം എന്തുവാ? നിങ്ങൾ ഇത് ക്ലിയർ ചെയ്യാമെന്ന് ഇത് ക്ലിയർ ചെയ്യണം. എന്താ നിങ്ങളുടെ ഭർത്താവിന്റെ അടുത്ത് പറ. നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ അടുത്ത് ചൂടാവുന്നത്? എന്നെ അനാവശ്യം പറയില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ പറയാ അല്ലയോ? നിനക്ക് വന്നിരുന്ന ഞങ്ങളെ പറയാം. എന്തിനാ എടുത്തെറിഞ്ഞ്? നോക്ക്
എവിടെ ഇരുന്ന് എടുത്ത് നോക്കി ചേച്ചി എന്തിനാ അവിടെ ഇരി ചേച്ചി. ഇവൻ ഇത് സ്റ്റോക്ക് ചെയ്തോണ്ട് വന്നേന്നോ? എന്തിനാണത്? ഇത് നമ്പറല്ലേ? അയ്യോ രഘു നാണം കെട്ടവൻ. നാണില്ലല്ലോ അവന്. 6 മാസം അമിങ്ങി ഇരുന്നിട്ട് ഇപ്പൊ ആളിനെ കൊണ്ട് ഒറ്റയ്ക്ക് വരാനല്ലേ പറഞ്ഞത്? ഇങ്ങനെ ഒരെണ്ണത്തിനെ കൂടെ കൊണ്ടുവന്നതിന് അങ്ങനെ വരുന്ന ഇതൊക്കെ ചേച്ചി പറയേച്ചി, ചേച്ചി പറയേച്ചി. ചേച്ചി എന്തേലും പറ കൊണ്ടുവന്ന ആൾ പറ. എന്തോ പറയാനാ? നിങ്ങള് ഇവര് തമ്മിലല്ലേ മെസ്സേജ് അയച്ചത്? അല്ല, ഇയാള് മെസ്സേജ് അയച്ചു. ഇനി മേലെ മെസ്സേജ് അയക്കരുതെന്ന് ഇയാളോട് ഞാൻ പറഞ്ഞു. ചുണ ഉണ്ടെങ്കിൽ പറഞ്ഞു വിലവി. വിലക്ക് ചേച്ചി, വിലക്ക് ചേച്ചി. മേലൊന്നും ചെയ്തേക്കല്ല ഞാൻ പറഞ്ഞേ. ചേച്ചി ഇങ്ങനൊന്നും അല്ല. ഒരിക്കൽ നിങ്ങൾ പറഞ്ഞ ഞാൻ കേൾക്കും. ചന്ദ്രനിലേക്ക് ഒരിക്കലും ഞാൻ മെസ്സേജ് അയക്കില്ല. മോളെ നമ്പർ മോക്ക് അയക്കാം. എന്തുവാണ് നിന്റെ ഉദ്ദേശം? നിന്റെ ഉദ്ദേശം എന്തുവാ? ഒന്ന് സംസാരിക്കാൻ. ഞാൻ പറഞ്ഞ എല്ലാ കാണുന്ന പെണ്ണുങ്ങളെ എല്ലാം നിനക്ക് എന്താ സംസാരിക്കാനാ? നിങ്ങളല്ലേ പറഞ്ഞു നിങ്ങളെ ഇങ്ങനെ നാണം കെട്ട ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഈ ചുരുട്ടി നടക്കണ എന്തിനാണ് മനുഷ്യ? നിങ്ങൾക്ക് നല്ലൊരു ജോലി ഉള്ളതല്ലേ? നിങ്ങൾ കുട്ടിയുടെ കാര്യം നോക്കും. എന്തിനാ ഞാനും എന്റെ കുട്ടിയായിട്ടുള്ള കാര്യം സംസാരിക്കും. മോളെ പേര് പറഞ്ഞില്ല. എന്റെ പേര് പറയുന്നില്ല. നിങ്ങൾ തന്നെ ഇട്ട് കൊടുത്തത്. നിങ്ങളെ വിളിക്കാൻ ഒരുപാട് പേരുണ്ടെന്ന് നിങ്ങൾ എന്തോ എടുത്തു കൊടുത്ത് നിങ്ങൾ കേട്ടോ? ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടില്ല. എന്റെ വീട്ടുകാരും എന്റെ കുടുംബക്കാരും എന്റെ കെട്ടിയവനും ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. അല്ലാതെ ഇതുപോലത്തെ ഞരമ്പ് രോഗികളുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു എന്തുവാ നിങ്ങൾക്ക് എന്തുവാ ഒരു അവിഹിതം പറയുമ്പോഴത്തേക്ക് അങ്ങനെ പറയേണ്ട കാര്യം എന്തോ അവിഹിതം പറഞ്ഞെന്നാ? നിങ്ങളുടെ ഭർത്താവിന്റെ അവിഹിതം അല്ലേ പറഞ്ഞ? ഞാൻ അങ്ങനെ അങ്ങനെ പറഞ്ഞോണ്ടാണ് ഞാൻ ചോദിക്കുന്ന. അതുകൊണ്ടല്ലേ അങ്ങനെ ഇങ്ങനെ മാറാതെ നിൽക്കുന്നത്. നിങ്ങളുടെ അവിടുത്തെ എനിക്ക് അങ്ങനത്തെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ചോദിക്കുന്നത് അപ്പൊ എന്താ തുണിഞ്ഞിറങ്ങിയെന്നാ? എന്തോ തുണിഞ്ഞിറങ്ങിയെന്നാ നീ ഒരു ഭാര്യനെ നിർത്തിക്കൊണ്ട് ഈ രീതിയിൽ നിങ്ങളടുത്ത് കാണിക്കുന്ന? ഇത്ര നേരം ഇവൻ എന്റെ അടുത്ത് എത്ര വട്ടം ഇപ്പം ഫോൺ നമ്പർ എടുത്തിട്ട് നീയോട് എഴുതിയാണോ കൊടുത്തത്? വിട്ടേക്കുന്നത് എനിക്ക് അതല്ലേ പണി, എഴുതി കൊടുക്കാൻ. എന്നാ പിന്നെ എനിക്ക് അതൊന്നും അല്ല പണി. എനിക്ക് അന്തസ്സായിട്ടൊരു ജോലിയുണ്ട്, എന്റെ കെട്ടിയവനും ഉണ്ട്, എനിക്ക് എന്റെ മോനും ഉണ്ട്, എന്റെ വീട്ടുകാരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ സെക്കൻഡ് വന്നിരുന്ന് കണ്ട നിങ്ങളടുത്ത് ഇങ്ങനെ തോന്നാൻ കാര്യം എന്തോന്ന്? എന്തോ നോക്കാൻ ഇവൻ എന്തോ കണ്ടാലും മതിയായിരിക്കും. എടുത്തിട്ടാലേ ഉണ്ടല്ലോ കേട്ടോ, അറിയാമല്ലോ ചേച്ചി. ഇരി നിങ്ങൾ അങ്ങ് നിൽക്കണം. അവ ഇടട്ടെന്നും പറഞ്ഞല്ലേ? ചേച്ചി. നീ കണ്ടോ അതെ, കൈക്കകത്ത് വെച്ചിരുന്നു. തന്റെ മെസ്സേജ് വേണ്ട. അവർ സംസാരിക്കും. നമുക്ക് ഇഷ്ടംപോലെ സംസാരിക്കാം. ആൾക്കാരുണ്ടെന്ന്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അത് നീ അറിയേണ്ട കാര്യമില്ല. എടാ, തന്നോട് എന്റെ ദേഹത്ത് തൊടരുത്. എന്റെ ദേഹത്ത് തൊടരുത്. തന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഇതെന്താ അടിക്കുന്നത്? മോളെ എന്റെ ദേഹത്ത് തൊട്ടത് നീ എന്തിനാണോ എന്റെ ദേഹത്ത് തൊട്ടത്? മോളെ പേര് നീ- മേലോട്ട് വയ്ക്കട്ടോ കേട്ടോ. സമയമുള്ളപ്പോൾ എപ്പോഴെങ്കിലും മനസ്സ് ഫ്രീ ആകുമ്പോൾ മെസ്സേജ് കേട്ടോ, എനിക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ എനിക്കൊരാളുണ്ട്. ആ ആളോട് ഞാൻ സംസാരിച്ചോളാം. എന്റെ ഒരു ചേട്ടൻ വിളിച്ച് പുറത്തോട്ട് പോയപ്പോ ഇവിടെ എന്തൊക്കെ നടക്കുന്നത്? എന്തോ നടന്നെന്നാ? ഭയങ്കര ശൃംഗാരം വരുന്നല്ലേ? എന്തോ സംസാരം കേൾക്കുന്നുണ്ട്. എന്താ ശൃംഗാരം? ഞാൻ പറഞ്ഞിട്ട് അവരോട് ഫോൺ വിളിക്കും. നിങ്ങൾ കേട്ടോ ഞാൻ ശൃംഗരിക്കുന്നു. എന്താ ശൃംഗരിക്കുന്നു? എന്തോ എന്റെ ഭർത്താവിന്റെ കാര്യം എനിക്ക് എന്തോന്നൊക്കെ പറയുന്ന കേട്ടല്ലേ? എങ്ങനെ ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു? ഫോൺ വിളിച്ച് ഫോൺ കട്ട് ചെയ്യുമ്പോ കുറച്ചു നേരം കേൾക്കൂലേ? ഭയങ്കര ഞാൻ ചോദിക്കട്ടെ, ഭയങ്കര സൈലന്റില് ഒരു പ്രശ്നം പരിഹരിക്കാൻ വരുമ്പോഴത്തേക്ക് വയലൻസ് അല്ലേ ആവുന്നത്? കേട്ടത് വെച്ചാണ് പറയുന്നത്. കേട്ടത് വെച്ചാണ് പറയുന്നത്. ഇത് വെച്ച് നോക്കൂ. അല്ല, അവളുടെ സംസാരിച്ച കാര്യമില്ല. അതുകൊണ്ട് ഇത് വെച്ച് ഇതിപ്പോ എന്റെ മുന്നിൽ ഇത് വെച്ചേക്കും. തനിക്ക് നാണമില്ലയോടോ? നാണമില്ലയോ? നാണമില്ലയോ? ഒരാളുടെ സ്നേഹം പറയല്ലേ ഇന്ന് നടക്കേണ്? എനിക്ക് തനിക്ക് നാണമില്ലയോടോ? നാണമില്ലയോ? എടോ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം ഭർത്താവിന്റെ അടുത്ത്. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയപ്പോ അങ്ങനെ അടുത്ത് പരാതി, എന്നെ പറ്റി പരാതി പറയാൻ പോയ ആളല്ലേ നിങ്ങള്? എന്റെ ദൈവമേ, ഇത് കള്ളനും കൂടെ എന്തേര് കള്ളി? ഇങ്ങനെ ഓരോരുത്തരും വിളിച്ചോണ്ട് വന്ന് എന്തോന്ന് എന്നെ അനാവശ്യം പറയിപ്പിക്കുന്നത്? അവളെ ദേഹത്ത് തൊടല്ലേ? മോളെ നീ പോയി പിടിക്ക്. ഞാൻ പോയിക്കോളാം. ഞാൻ നോക്കിക്കോളാം. ഞാനൊരു കാര്യം പറയാം. എനിക്ക് കുട്ടിയുടെ നമ്പർ എന്നാൽ ചന്ദ്രരേഖ ഞാൻ ഉപദ്രവിക്കില്ല. തന്നില്ലെങ്കിൽ ചന്ദ്രയ്ക്ക് മെസ്സേജ് എന്നും അയക്കും. ഉറപ്പായിട്ടും. പല നമ്പറിൽ ആ നിങ്ങൾ ഇത് സോൾവ് ചെയ്യാൻ തന്നെ കൊണ്ടുവന്നത്. ഇതിപ്പോ പ്രശ്നം വലുതാക്കി. ഇപ്പൊ നിങ്ങളെ നമ്പർ വേണം, അവർക്ക് മെസ്സേജ് ചെയ്യാം, അവർക്ക് മെസ്സേജ്. ഞാൻ നമ്പർ കൊടുത്തോ?
നിങ്ങൾ കണ്ടോ ഞാൻ മോള് ഇത് വെച്ചേക്ക്, ഇത് കയ്യിൽ വെച്ചേക്ക്. എടാ, ഇത് കയ്യിൽ വെച്ചേക്ക്. തന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ദേഹത്ത് തൊടരുതെന്ന്. മോള് ഇത് വെച്ചേക്ക്. അത് നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊടുക്ക്. അവക്ക് എന്തിനാ പോകുന്നത്? എനിക്ക് ഓൾറെഡി അയാളുടെ നമ്പർ ഉണ്ട്. ആ. ആ. എന്നാ പിന്നെ ഞാൻ വിളിച്ചാൽ പോലും എടുക്കൂല. ഞാൻ വിളിച്ചാൽ പോലും എടുക്കൂല. എടുക്കത്തില്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊണ്ടു കൊടുക്ക. എനിക്ക് വേണ്ട എന്തായാലും നിർത്തിയേച്ചി. ഇനി എന്തോന്ന് വെച്ചാ അതിന്റെ വഴിക്കായിട്ട് നമുക്ക് എന്ത് പോകാം. വഴി? എന്ത് വഴി? ഒരാളും ഇവിടുന്ന് പോകൂല. എന്താ പോകൂല ഇവിടുന്ന്. എന്താ പോകത്തില്ല? ഇവിടെ ഇരുന്നാ മതി, ഇവിടെ ഇരുന്നാ മതി. ഇവിടെ ഇരുന്നാ മതി, ഇവിടെ ഇരുന്നാ മതി. എന്തിനാ ഇവിടെ ഇരുന്നാ മതി, ഇവിടെ ഇരുന്നാ മതി. എവിടെ ഒന്നും പോകൂല. ഇത് സംസാരിക്കാൻ ആ ദേഹത്തോട്ട് വിളിക്കല്ലേ? കാര്യമില്ല. ഒരു പെൺകുട്ടിയുടെ ദേഹത്തോട്ട് ഇവിടെ വിളിക്കല്ലേ? ഇരുന്നാ മതി. ആരും പോകൂല. ഇത് ഈ പ്രശ്നം എന്തെന്ന് വെച്ചാൽ തീർത്തിട്ട് പോയാൽ മതി. ഇവിടെ ഇരി. എന്താ പ്രശ്നം ഇവിടെ ഇരി, തീർക്കാനാണ് ഇവിടെ ഇരി. ഇത് അവിടെ ഇരി, അവിടെ ഇരി, അവിടെ ഇരി. രണ്ടുപേരും അവിടെ ഇരി. ശരി, ഞാൻ തീർക്കാം. നീ ആ വണ്ടിയുടെ ചാവി എടുത്തോ. ആരുടെ വണ്ടിയുടെ ചാവി? നമ്മൾ വന്ന വണ്ടിയില് എന്റെ കയ്യിലില്ല. വണ്ടിയിൽ കയറും, നോക്കാവൂ. ഇങ്ങേരടുത്ത് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചാ നിങ്ങള് എന്നെ പറ്റി. ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു. നിങ്ങൾ എന്തോ മോശപ്പെട്ട രീതിയിൽ നമ്മൾ സംസാരിച്ചു. ഞാൻ സംസാരിച്ചില്ല. എന്നെ പറ്റി കുറ്റം പറയാനൊന്നും നിങ്ങൾക്ക് ഒരു യോഗ്യതയില്ല. നിങ്ങൾ അത് ഉള്ളതല്ലേ പറഞ്ഞത്? ആ കുട്ടി പറഞ്ഞത് ഉള്ള കാര്യമാണ്. എന്തോ പറഞ്ഞു നിങ്ങൾ കേട്ടോ? നിങ്ങളുടെ ഭാര്യയെ പറ്റി നിങ്ങളല്ലേ പറഞ്ഞത്? എന്തോ മോശക്കാരി ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? എന്തോ മോശക്കാരി പറഞ്ഞോ? ആ മോശക്കാരി എന്നല്ലേ ഞാൻ പറഞ്ഞു? എന്തായാലും അത് നോക്കിയിട്ട് ഞാൻ വരട്ടെ. അങ്ങനെ പറഞ്ഞില്ല. നിങ്ങൾ എന്തോ മോശക്കാരി എന്ന് പറഞ്ഞു. അത് നിങ്ങൾ പറഞ്ഞ കറക്റ്റാ. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഭാര്യ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. മോളി എടാ, ഓടി വെച്ച്, ഓടി വെച്ച്. നീ തള്ളി. എത്ര വട്ടമായി ഞാൻ എന്റെ ദേഹത്ത് തൊട്ടിട്ട്? എടാ, തന്നോടല്ലേ പറഞ്ഞത്? അടി ചേച്ചി അടി, ഞാൻ പിടിച്ചു വെച്ചുതരാം. തന്നോട് ഇതന്നെയല്ലേ പറഞ്ഞത്? എന്റെ ദേഹത്ത് ദേഹത്ത് തൊടുന്നില്ല, മോളിത്ത് പിടിക്കൂ. ഓടോ, എനിക്ക് വേണ്ട തന്റെ നമ്പര്. നമ്പർ പിടിക്കൂ. എനിക്ക് തന്റെ നമ്പർ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അടിച്ച് കളിക്കാം. എനിക്ക് വേണ്ട. അവര് വരട്ടെ. അവര് വന്നിട്ട് എന്തുവാന്ന് വെച്ച് അവര് വന്നിട്ട് എന്ത് ചെയ്യും? അവര് വന്നിട്ട് ഒന്നും ചെയ്യാൻ അല്ല, പറ്റില്ല. അവരെന്റെ ദേഹത്ത് തൊണ്ട കാര്യമില്ലല്ലോ. ഒരു കാര്യവുമില്ല. അല്ല, അവളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞത് ചില വിഷയമായി. എന്താന്ന് വെച്ചാൽ പറഞ്ഞ് തീർത്തിട്ട് പോയാ മതി. ചാവി കിട്ടിയോ? ചാവിയൊക്കെ കിട്ടി. ഇവിടെ പിന്നെ എന്തോന്നായിരുന്നു സംസാരങ്ങള്? തന്റെ ഭർത്താവാണ് ഒരു ഫോൺ നമ്പരും കൊണ്ട് ഇന്നാന്ന് പറഞ്ഞ് നടക്കുക. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്. അവള് പോയിട്ട് വാങ്ങാമല്ലേ എന്താ പറഞ്ഞത്? എന്തോ പറഞ്ഞു? അവള് പോയിട്ട് വാങ്ങാം ചേച്ചി എന്നല്ലേ? കേട്ടോ? ഇത് ഇവര് രണ്ടുപേരും താൻ ഈ കള്ളത്തരം പറയുന്നത്. മോള് പറഞ്ഞല്ലോ അവള് ഞാൻ പോയിട്ട് എന്താ വാങ്ങാം. ഞാൻ അങ്ങനെ എന്നെ കണ്ണ് പറഞ്ഞു. കാണിച്ചില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞു. എന്നെ കണ്ണ് കാണിച്ചില്ലേ ഇങ്ങനെ? എന്തോ കാണിച്ചെന്നാ? അവള് പോട്ടെ പോട്ടെ എന്ന്. ഞാൻ അങ്ങനെ കാണിച്ചു. ആവശ്യമില്ലാതെ കള്ളം പറഞ്ഞോണ്ടല്ലോ ചേച്ചി. പറയുന്നത് കേട്ടില്ലേ അങ്ങോട്ട്? ഇതെന്തോന്നടേ? ഞാൻ അങ്ങോട്ട് തിരിഞ്ഞപ്പോ പിന്നെ വേറെ ഇയാള് കണ്ടോ? ഞാൻ അങ്ങനെ പറയുന്ന ഇയാള് കണ്ടോ? നീ അത് പ്രശ്നമാക്കാതെ അവളാ നമ്പർ വാങ്ങട്ടെ, എന്റെ നമ്പര്. എനിക്ക് വേണ്ടടോ. എനിക്ക് വേണ്ട. താൻ എന്തിനാ ഇവിടെ വന്നത്? തന്റെ ഭാര്യയെ വിളിച്ചോണ്ട് വന്നത് എന്തിനാ? നമ്പർ പിന്നത്തെ ഒന്നുമില്ല, ഞാൻ അവളോട് സംസാരിക്കണം. ഡോ, താൻ എന്തോന്ന് കോക്കറി കാണിക്കുന്നത്? അവളെ മൂത്ത് നോക്കി. നിങ്ങൾ രണ്ടുപേരോട് ഇതിന്റെ ഇടയില് നിങ്ങൾ നേരത്തെ അറിയാവോ? അപ്പോ അത് നീ ആണ്ട് കാര്യമല്ല, നീ പോയെ. അതൊക്കെ നമുക്ക് നേരത്തെ നീ നിങ്ങളെ കാര്യം നോക്ക്. ആവശ്യമില്ല സംസാരിക്കും. ഇതിപ്പോ വന്നതല്ലേ ഉള്ളൂ ചേച്ചി. അറിയാം. ആർക്കറിയാം? ചൊവ്വാഴ്ച പോ. ചൊവ്വാഴ്ച എന്തോന്ന് സിനിമ കാണാൻ. ആരെയാന്ന് വെച്ചാ വിളിച്ചോണ്ട് അങ്ങ് പോയാ മതി. താൻ ആരേലും വിളിച്ചോണ്ട് മോള് വരാൻ തന്നെ മോളെ പറഞ്ഞേ. എപ്പം പറഞ്ഞോളൂ? നേരത്തെ എന്നോട് പറഞ്ഞില്ലേ മോള്? തന്റെ അടുത്ത് എപ്പോഴാണോ ഞാൻ മോള് നേരത്തെ പിന്നെ സിനിമ കാണാൻ പോവാന്ന്. ഇവിടെ താൻ ഇങ്ങനെ ആവശ്യമില്ലാത്ത അനാവശ്യം കാര്യങ്ങളൊന്നും പറയും. മേലെ എന്റെ അടുത്ത് പറയുന്നു. എനിക്ക് ചപ്പാത്തിലൊന്നാണെങ്കിൽ എനിക്ക് എന്നെ മോള് വിളിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഈ ഫോട്ടോ വിളിച്ചേക്കൂ. നമുക്ക് സിനിമ കാണാൻ പോവാം. നമുക്ക് സിനിമ നന്നായിട്ട് കാണാൻ പോവാം. അഭിനയിക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭർത്താവ് എന്തെങ്കിലും തോന്നിവാസം പറയുന്നതിന് പറഞ്ഞു. ഞാൻ അങ്ങനെ അത്തരക്കാരിയൊന്നും എന്റെ അല്ല. മുന്നിൽ വെച്ച് ഭർത്താവിനെ അടിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങ് ട്രിപ്പ് പോണം. ഞാൻ അങ്ങനെ പറഞ്ഞോടോ? ഇപ്പൊ പറഞ്ഞില്ലേ? ഞാൻ മാറ്റട്ടാ. ഇപ്പൊ പറഞ്ഞ നീ ഒന്ന് മാറുന്ന. താൻ തന്റെ ഭർത്താവിനെ ആദ്യമേ നേരേക്ക് നിർത്ത്. എന്തോ താൻ എന്റെ ദേഹത്ത് പിന്നെ അല്ല, ഞാൻ തോന്നുന്നു വേണം കൊറേ ഞാൻ ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഈ ഒരു കാര്യം സംസാരിക്കാൻ വന്ന് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ് അവനെ അങ്ങ് എരികേറ്റി. ഇനി നിങ്ങളെ കൂടെ ഒരു കാര്യം ചെയ്യാം, അവന്റെ കൂടെ പൊയ്ക്കോ. ഞാൻ കൊണ്ടുപോകും. അത് തന്നെ പൊയ്ക്കോ. വാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. രണ്ടുപേരെയും കൂടെ ചേർത്ത് തരാം. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എന്നെ പിടിക്കണ എന്തിനാണ്? ഇങ്ങോട്ട് വാ, ഞാൻ അങ്ങ് ചേർത്ത് തരാം രണ്ടുപേരെയും കൂടെ. കൈ
പറഞ്ഞിട്ട് ഞാൻ ചേർത്ത് തരാം ഇങ്ങോട്ട്. ഇങ്ങോട്ട്. പിന്നെ അല്ല ഞാൻ കുറെ നേരം കൊണ്ട് സഹിക്കുന്നു മോളെ മോളെ എന്ന് പറഞ്ഞ് 100 വെട്ടായി. അവളെ കൈ പിടിച്ചോ. കൈ പിടിച്ച് കൈ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വരാൻ ഉപദ്രവിക്കല്ലെന്ന്. കൈ പിടിച്ചോ. ഞാൻ കൊണ്ടുപോകാം. കൊണ്ടുപോക്കോ അവന്റെ കൂടെ പൊക്കോ എന്റെ വീട്ടിൽ പൊക്കോ ചെല്ലി പൊക്കോ എന്നാ പോ കൈ പിടിച്ച് താ. കൈ താ പറഞ്ഞേട്ടാ കൈ തരാൻ. പിന്നെ ഞാൻ തോന്നു വേണം ഞാൻ തോന്നു വേണം. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ തന്റെ ഭർത്താവിന് വേണമെന്ന് ഞാൻ പറഞ്ഞോ. പിന്നെ എനിക്ക് വേണം മോളെ. എനിക്ക് വേണം മോളെ. നമ്മൾ പോകുന്നു. നീ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, നിന്നെ പെണ്ണുങ്ങളെ പിടിച്ച് പൊക്കോ. അവളെ ഞാൻ പിടിക്കുന്നില്ല. നമുക്ക് ഇവിടെയും തന്നെ വേണ്ടെന്ന് പറഞ്ഞില്ലേ. ഇനി എന്റെ ദേഹത്ത് തൊട്ടാ ഇങ്ങനൊന്നും ആയിരിക്കത്തില്ല ഞാൻ പ്രതികരിക്കുന്നേ. നമുക്ക് എവിടെയും പോയി ജീവിക്കാന്നേ. നമുക്ക് എവിടെയും പോയി ജീവിക്കാം. നിന്റെ ഭർത്താവിനെ വേണമെങ്കിൽ വിളിച്ചോണ്ട് പൊക്കോ. എനിക്ക് വേണ്ട നമുക്ക് എങ്ങോട്ടും പോയി ജീവിക്കാന്നേ. ഇവൻ എന്താ പിന്നെ നിനക്ക് എന്തുവാടാ നിനക്ക്? എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു. ഇനിയും കിട്ടുമേ ചേച്ചി അതവിടെ വൈക്കോ ചെല്ല് കൂടെ ചെല്ലിറങ്ങി വേണ്ട വൈകിച്ചു കൊടുക്കണേണ് നല്ല. എടാ എനിക്ക് വേണ്ട. നമുക്ക് പോയി ജീവിക്കാം. എടാ, പോടാ. നമുക്ക് എവിടെയും പോയി എടാ, എനിക്ക് വേണ്ടാന്ന്. എന്റെ കയ്യിൽ പിടിക്കൂ. പറഞ്ഞോടാ ഞാൻ. ഞാൻ പൊന്നുപോലെ നോക്കാം. എടാ, പോ. ഞാൻ പൊന്നുപോലെ നോക്കാന്നേ. ഇതെന്തൊരു കഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? പൊന്നുപോലെ നോക്കാന്നേ. എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ. മോളെ എടാ, പോടാ. നമുക്ക് എവിടെയും പോയി ജീവിക്കാന്നേ. ഇത്രയും കേട്ടിട്ട് എനിക്ക് ഇനി പറ്റൂല കൈ പിടിച്ചോ. എന്തിനാ പോണേ? പോയി ഒരുമിച്ച് പോയി ജീവിച്ചോ വേണ്ട. വേണ്ട. എന്നാ ഒരുമിച്ച് പോയി ജീവിച്ചോ നാണയില്ലേ നിങ്ങക്ക്? നിങ്ങളൊരു ഭാര്യയല്ലേ? പേരെന്താ? എന്നാ ഒരുമിച്ച് പോയി ജീവിച്ചോ ചെല്ല് ഇങ്ങോട്ട് നോക്ക്. പിന്നെ പിന്നെ എന്തോന്നാണ് ചെയ്യാൻ പോണത്? ഞാനേ കോഴിയല്ല, ഇതെന്റെ ഭാര്യയല്ല, ഇത് കൗണ്ടർ ടിവിയുടെ ഒരു പ്രാങ്ക് ഷോയാ. അവിടെ ഇപ്പൊ ക്യാമറ അവിടെ ഉണ്ട് ദോ അവിടെ ഉണ്ട് ക്യാമറ. ഇതേ അല്ലാതെ ചേച്ചി ചേച്ചി നല്ലൊരു സർപ്രൈസ് തന്നത്. ഇതെന്താ നമ്മളേ ചേച്ചി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുണ്ട്, ഒരാൾക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കണം പറഞ്ഞു. അങ്ങനെ തന്നൊരു സർപ്രൈസ് ചന്ദന ചേച്ചി വിളിച്ചു കൊടുത്തതാണ്. അല്ല ചേച്ചിക്ക് ഞാൻ ഒരു മെസ്സേജ് എന്ന് വെച്ചാൽ ഇതൊന്ന് രാവിലെ ഞങ്ങളെ തോന്നുന്നു മീറ്റിംഗ് കൂടിയപ്പോൾ മെസ്സേജ് അയച്ചതാണ്. മെസ്സേജ് ഇവിടെയാ രാവിലെ വന്നത് കേട്ടാ അപ്പൊ പറഞ്ഞു എന്തിനു വിളിച്ചാലും കൂടെ വരുന്നതാന്ന് പറഞ്ഞു. അനിയത്തി പോലെയാന്ന് പറഞ്ഞു. എനിക്ക്